ഇതാരാ? വാര്യമ്പള്ളിയിൽ മീനാക്ഷിയല്ലോ. എല്ലാ വർഗീയവാദികൾക്ക് മുമ്പിലും മുട്ടിടിക്കാതെ ആവേശത്തോടു കൂടി നിന്ന് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം പറയുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ. വർഗീയത ഒട്ടും പറയാത്ത, ഒട്ടും ചെയ്യാത്ത, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എപ്പോഴും പ്രസംഗിക്കുന്ന, ആരുടെ മുന്നിലും, അതായത് വർഗീയവാദികളുടെ ഒന്നും മുന്നിൽ മുട്ടിടിക്കാത്ത യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിഫി. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോണേ. പിന്നെ നോട്ട് ദ പോയിന്റ്, ഇതിന് CPM-ഉമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. ഏതോ ഒരു സംഘടനയുടെ എവിടെ നിന്നോ കിട്ടിയ ഒരു പോഷക സംഘടനയാണ്. അവർക്ക് തന്നെ അറിയില്ല ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരുണ്ടായതെന്ന്. അയ്യോ ദാരിദ്ര്യം. ഈ മെയ് 4-ാം തീയതി എല്ലാ ജനാധിപത്യ മതനിരപേക്ഷവാദികളുടെയും മനസ്സിൽ വേദന കടന്നുകൂടിയ ദിവസമാണ്. മെയ് 4-ാം തീയതി ജനാധിപത്യ മതനിരപേക്ഷവാദികളുടെ മനസ്സിൽ വേദന കടന്നുകൂടാൻ എന്താ സംഭവിച്ചത്? തോറ്റപ്പിയിട്ട ദിവസം. ഇതുപോലെ മനുഷ്യര് സന്തോഷിച്ച ഒരു ദിവസം വേറെയില്ല. ഒന്ന് ചിരിപ്പിക്കാതെ പോയേ ചേച്ചി. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇടതുപക്ഷത്തിന് നാം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. സമ്മതിച്ചേ? എനിക്കത് അറിഞ്ഞാ മതി. ഡയറക്റ്റ് ആയിട്ടൊന്ന് സമ്മതിച്ചു കേട്ട്. പിന്നെ പ്രതീക്ഷിക്കാത്ത തോൽവി എന്നൊന്നും അതിനെ ഡെക്കറേറ്റ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിച്ചത്രയും തോൽവി ഉണ്ടായില്ല. പ്രതീക്ഷിച്ചത് ഒറ്റേക്കമായിരുന്നല്ലോ. എങ്ങനെ 35-ലേക്ക് ഉയർന്നു എന്ന അത്ഭുതമായിരുന്നല്ലോ പിന്നെ നിങ്ങളുടെ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത്. സ്വാഭാവികം. പക്ഷേ ഞങ്ങൾ ഈ നാടിനോട് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഓർമ്മപ്പെടുത്തിക്കോ. പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കരഞ്ഞ് കണ്ണീരൊഴുക്കി വീടുകളിലേക്ക് പോവുകയല്ല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ചെയ്തത്. എന്നിട്ട് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പരാജയപ്പെട്ടാൽ പിന്നെ കണ്ണീരൊഴുക്കിക്കൊണ്ട് വീട്ടിനകത്ത് കയറി ഇരിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഉടനെ വാളും പരിചയം എല്ലാം എടുത്ത് ജയിച്ച ആളുകളുടെ വീടുകൾ ലക്ഷ്യമാക്കിയല്ലേ പോകുന്നത്. ആ പാർട്ടിക്കാരെ എങ്ങനെയും വെട്ടി നിരത്തണം, അതല്ലേ നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ ആരും കഥ കടച്ച് വീട്ടിനകത്ത് മര്യാദയ്ക്ക് ഇരിക്കുമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. മര്യാദ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് മുറിക്കകത്ത് കടച്ചിട്ടവരല്ല ഡിവൈഎഫ്ഐ. അത് ശരി. അപ്പൊ മുറി അടച്ചിട്ടിരുന്ന് നെഞ്ചത്തലച്ച് നിലവിളിച്ചായിരുന്നല്ലേ? ഞങ്ങൾക്ക് ഒരു ചെറിയ സംശയമേ ഉള്ളായിരുന്നു. ഇപ്പൊ ചിന്ത ചേച്ചിയുടെ വായിന്ന് തന്നെ കേട്ടപ്പോ ഞങ്ങൾക്ക് ബോധ്യമായി. അതല്ല ഉദ്ദേശം. ഇനി രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞ് ടോം ആൻഡ് ജെറി കാണാൻ പോയവരല്ല ഡിവൈഎഫ്ഐ. ടോം ആൻഡ് ജെറിയും കാണാറുണ്ടോ? ബോബനും മോളിയോ? നിങ്ങൾ ടോം ആൻഡ് ജെറി കാണുമല്ലായിരുന്നു, റൂമിനകത്ത് കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഓൺലൈന് വലിയ പരിപാടികളല്ലായിരുന്നോ? ജയിച്ച ആളുകളെ എങ്ങനെയും നാറ്റിക്കാനുള്ള ശ്രമം അതല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് തുടർച്ചയായിട്ട്? അതൊക്കെ ഞങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടതാ. ചേച്ചി പോയിന്റിലേക്ക് വാ. മെയ് 4-ാം തീയതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ശ്രദ്ധപൂർവ്വം പരിശോധിച്ചു നോക്കൂ. എല്ലാവരും ശ്രദ്ധാപൂർവം പരിശോധിക്കാൻ തയ്യാറായിക്കേ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇടതുപക്ഷത്തിന് കനത്ത പരാജയം ഉണ്ടായപ്പോഴും കേരളത്തിൽ ഉച്ചയ്ക്ക് ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലെ പൊതിച്ചോറ് വിതരണം മുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെ ഇരിക്കുന്നു? പറഞ്ഞു പൊതിച്ചോറിലെത്തി. വേറൊന്നും പറയാനില്ല. അതൊക്കെയാണ് ഇതിന്റെ ഒരു നമ്പർ. എന്റെ പൊന്നു ചേച്ചി ഒരു 100,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാര് അവരവർ വേല ചെയ്ത് അവരവരുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ആഹാരം അവരുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ വാങ്ങിച്ച് ആശുപത്രി കൊടുക്കുന്നുണ്ട് എന്ന് സമ്മതിച്ച് അതിന് ഇത്രയും പബ്ലിസിറ്റി കൊടുത്ത് നിങ്ങൾ സ്വയം ഇങ്ങനെ നാറണോ? ഈ പൊതിച്ചോറിന്റെ കാര്യം ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് നിങ്ങളുടെ വായിന്ന് ഞങ്ങൾ കേൾക്കുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കണ്ടവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിന് ഇത്രയും പ്രസംഗം. അപ്പൊ പിന്നെ നിങ്ങളുടെ പാർട്ടി ഫണ്ടിൽ നിന്ന് വല്ലതും എടുത്തായിരുന്നു ഇത് കൊടുത്തതെങ്കിൽ ആ നാട്ടുകാർക്ക് അത് മനസമാധാനമായിട്ട് കഴിക്കാൻ പറ്റുമോ? അതായത് മെയ് 4-ാം തീയതി തോറ്റ് തുന്നം പാടിയിരുന്ന് നെഞ്ചത്തലച്ച് കരഞ്ഞുകൊണ്ടിരുന്നതിനിടയ്ക്കും കൃത്യമായിട്ട് വീടുകളിൽ ചെന്ന് പൊതിച്ചോറ് വാങ്ങിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ കൊടുക്കാൻ അവർ മനസ്സ് കാണിച്ചു. അവരത് മറന്നില്ല. ജനങ്ങൾ ഇവിടെ പട്ടിണി ഇല്ലാതെ ജീവിക്കുന്നത് ഇവർ ഈ കൊണ്ട് കൊടുക്കുന്ന പൊതിച്ചോറിലാണെന്നാണ് പറയുന്നത്. ഈ പൊതിച്ചോറുള്ളത് കൊണ്ട് കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. എൻ്റെ പൊന്നു ചേച്ചി, ഒരുപാട് സംഘടനകൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ കഞ്ഞിയും ആഹാരവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവരാരും ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നില്ല
അല്ല, പാരസെറ്റാമോൾ ഗുളികയ്ക്ക് പകരം ഓരോ പൊതിച്ചോറിന്റെ ഉരുള കൊടുക്കാൻ പറഞ്ഞ ആളല്ലേ. നിങ്ങളിൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും തുടരെ തുടരെ ഈ ഒരേ കാര്യത്തിൽ കോമാളിയാകുന്നതിൽ യാതൊരു പ്രശ്നവും നിങ്ങൾക്കില്ലേ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. തെരഞ്ഞെടുപ്പ് പരാജയമോ വിജയമോ ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒന്നല്ല. തെരഞ്ഞെടുപ്പിലെ തോൽവിയൊന്നും അവരുടെ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കുകയില്ല. അതെങ്ങനെ ബാധിച്ചു എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പൊന്നു ചേച്ചി, ചരിത്രത്തിലോട്ടൊന്നും നമുക്ക് കടക്കാതിരിക്കുന്നതാണ് ബാക്കിയുള്ള ഉളുപ്പിന് നല്ലത്. മറിച്ച് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം മാനവികതയുടെ മുദ്രാവാക്യമാണ്. തീർച്ചയായിട്ടും ആ മാനവികതയുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മുദ്രാവാക്യമായിരുന്നു. മാനവികതയുടെ മുദ്രാവാക്യം എന്ന ആ ഒരു ടോപ്പിക്കിൽ എഴുതി ചേർക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത്രയും മൂല്യമുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു ഞങ്ങൾ ചേച്ചിയുടെ വായിൽ നിന്ന് കേട്ടത് കേട്ടോ. ഏറ്റു വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ, അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ എന്താ ഉറക്കം വരുന്നു. അപ്പൊ അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ മക്കളുടെയൊക്കെ വീടുകളിൽ നിന്ന് പൊതിച്ചോറ് വാങ്ങിക്കൊണ്ടുപോയി നാട്ടുകാരുടെ വിശപ്പടക്കുന്നതിനെ കുറിച്ചല്ലേ ചേച്ചി ഇപ്പൊ നിന്ന് പ്രസംഗിക്കുന്നത്. അപ്പൊ മുദ്രാവാക്യത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ എപ്പോഴും ഈ സ്പെഷ്യലായിട്ട് നിൽക്കുന്ന ഈ ഒരു മുദ്രാവാക്യത്തെ ചേച്ചി മറക്കരുത് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചോളണം. എന്നിട്ട് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂടി സംസാരിക്കണം. സ്ത്രീ അമ്മയാണ്, ദേവിയാണ്, സർവം സഹയാണ് തുടങ്ങിയ വാക്കുകളൊക്കെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് ചേച്ചിയുടെ. അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ലോകത്തെ എവിടെ വേദനിക്കുന്ന മനുഷ്യനുണ്ടോ ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന വിശ്വമാനവികതയുടെ മുദ്രാവാക്യമാണ്. അത് ശരി, ഇത് വിശ്വമാനവികതയുടെ മുദ്രാവാക്യമായിരുന്നോ? വേദനിക്കുന്നവരെ ചേർത്ത് പിടിച്ച് അമർത്തി ശ്വാസം മുട്ടിക്കുന്ന മുദ്രാവാക്യമായിരുന്നല്ലേ അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ. അതുകൊണ്ട് തന്നെയാണ് വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ. ഡയലോഗിനൊന്നും ഒരു പഞ്ഞോ ഇല്ല. വയറെരിയുന്നവന്റെ മിഴി നിറയാതിരിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ചേച്ചി ജോലി ചെയ്യും. രാത്രിയെ പകലാക്കി ജോലി ചെയ്യും. എന്നിട്ട് റേഷൻ കടയിൽ ചെന്ന് അരി വാങ്ങിക്കും, ചന്തയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കും. എന്നിട്ട് അടുപ്പ് കൂട്ടി കഷ്ടപ്പെട്ട് ചേച്ചിയും ചേച്ചിയുടെ പരിവാരങ്ങളും കൂടെ രാത്രി പകലാക്കി ചോറും കറിയും ഉണ്ടാക്കും. എന്നിട്ടാണ് ഉച്ചയാകുമ്പോൾ അതൊക്കെ നാട്ടുകാർക്ക് കൊണ്ട് വിതരണം ചെയ്യുന്നത്. ഏറ്റവും അധികം രക്തം ദാനം ചെയ്യുന്ന സംഘടനയായി ഈ സംഘടന നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ രക്തം ഊറ്റിയെടുക്കുന്ന സംഘടനയുടെ പേരും കൂടി പറയായിരുന്നു. ഏറ്റവും കൂടുതൽ രക്തച്ചാലിൽ നീന്തിക്കടന്ന സംഘടനയുടെ പേര് പറയാമായിരുന്നു. ഏറ്റവും കൂടുതൽ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന സംഘടനയുടെ പേര് കൂടെ പറയാമായിരുന്നു. ഏറ്റവും കൂടുതൽ രക്തം ചീന്താൻ സന്നദ്ധരായിട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേര് കൂടെ പറയാമായിരുന്നു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? PP കിറ്റിട്ടുകൊണ്ട് രംഗത്തിറങ്ങി വന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഘടന. ചേച്ചി ഇടയ്ക്കൊന്ന് ശ്വാസം വിടാം. പിന്നെ കൊരവള്ളി പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് പൊട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാനൊക്കെ വലിയ പാടാണ് കേട്ടോ. PP കിറ്റിന്റെ കാര്യം ഓർമ്മിപ്പിക്കരുതേ പൊന്നു ശൈലജ ടീച്ചറേ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. DYFI എന്ന് പറയുന്ന ഈ സംഘടന അത് ഈ നാടിന്റെ ഏറ്റവും വലിയ കരുത്തായി നിലനിൽക്കുകയാണ്. നമ്മുടെ നാടിന്റെ കരുത്ത് DYFI ആയിരുന്നോ? അറിഞ്ഞില്ല. അങ്ങനെ ഒരു ചേഞ്ച് ആഗ്രഹിച്ചുകൊണ്ട് ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ എന്ത് മാറ്റമാണ് കേരളത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്? അപ്പൊ തോൽവി പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ല. എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നാട്ടുകാർക്കൊരു ചേഞ്ച് വേണമെന്ന് തോന്നി. 10 കൊല്ലമായിട്ട് ഇവരല്ലേ ഭരിക്കുന്നത്. അപ്പോൾ വികസനം മടുത്ത്, വികസനത്തിൽ വീർപ്പ് മുട്ടി. അപ്പോൾ പിന്നെ കുറച്ച് മാറി ഭരിക്കട്ടെ എന്ന് ആളുകൾ വിചാരിച്ചു. ഇപ്പോഴും അങ്ങനെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്നെ വിശ്വസിച്ചോ, ചിന്തിച്ച് അങ്ങനെ എന്നെ വിശ്വസിച്ചോ. നിങ്ങൾ തോറ്റിട്ടില്ല. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. കേരളത്തിനകത്ത് കേവലമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയത്തിന്റെ പേരിൽ എങ്ങനെ കേവലമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലേ? ആ കേവലമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പരസ്യം ചെയ്തത് 117 കോടിയോ മറ്റോ ആയിരുന്നെന്ന് അറിഞ്ഞത് നിങ്ങളുടെ ക്യാപ്റ്റൻ. കേവലമായ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെങ്കിലും ഒന്ന് ജയിച്ചു കയറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്തൊക്കെ കോമാളി വേഷങ്ങൾ അങ്ങേരി കെട്ടി. മോഹൻലാലുമായിട്ട് സിനിമ വരെ ഇറക്കിയില്ലേ? അയ്യേ, ചമ്മിപ്പോയി. കത്തിജ്വലിക്കുന്ന സമരമുഖങ്ങളിലേക്ക് ഇതാ ഈ സമ്മേളനത്തിന് ശേഷം ഞങ്ങൾ DYFI കുതിച്ചുകയറാൻ പോവുകയാണ്. അയ്യോ,
അങ്ങനെ 10 വർഷത്തിന്റെ റെസ്റ്റിന് ശേഷം കേരളത്തിനെ കത്തിക്കാൻ പോവുകയാണ്. എല്ലാവരും പേടിച്ചല്ലോ അല്ലേ? ആരും ചിരിക്കരുത്. ഈ നാടിന്റെ ചെറുപ്പത്തിനൊപ്പം, ഈ നാടിന്റെ മതനിരപേക്ഷതയോടൊപ്പം, ഈ നാടിന്റെ ഈ നാടിന്റെ ചെറുപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞപ്പോഴാ, എന്നാ ചേച്ചി നമ്മൾ സമരം നടത്തുന്നത്? PSCയിലെ അഴിമതിയെ കുറിച്ച് അറിഞ്ഞില്ലായിരുന്നോ? അയ്യോ, അറിഞ്ഞില്ലായിരുന്നോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അതൊക്കെ നടത്തിയിട്ടാ അങ്ങേര് ഇറങ്ങിയത്. അപ്പൊ പിന്നെ അതിനെതിരെ ഒരു പ്രതിഷേധം നടത്തണം കേട്ടോ, സമരം നടത്തണം. ആരുടെ കാലത്താണ് ഈ അഴിമതി എല്ലാം നടത്തിയത് എന്നൊക്കെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. നമ്മൾ പിന്നെ നിഷ്പക്ഷമായിട്ടല്ലേ സമരങ്ങളൊക്കെ നടത്തുന്നത്. ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ആരാ തെറ്റ് ചെയ്തെങ്കിലും നമ്മൾ സമരം നടത്തുമല്ലോ. നമുക്ക് കത്തിക്കണ്ടേ കേരളത്തിനെ? എത്രയും പെട്ടെന്ന് ചൂട്ടുമായിട്ട് ഇറങ്ങിക്കും. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.